Hi students, so ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് ഫ്രാക്ഷൻസ്. അപ്പോൾ ഇതിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് ഒക്കെയാണ്. പിന്നെ ലൈക്ക് ഫ്രാക്ഷൻസ്, പ്രോപ്പർ ഫ്രാക്ഷൻസ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, അങ്ങനെ കുറച്ച് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് ഇനി നമുക്ക് ഹയർ ക്ലാസ്സസിലൊക്കെ വേണ്ടി വരുന്ന ഒരു ടോപ്പിക്കാണ് ഫ്രാക്ഷൻസ്. അപ്പോൾ ഇത് എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷൻ. എന്താണ്? എ ഫ്രാക്ഷൻ ഈസ് എ നമ്പർ റിപ്രസെന്റിങ് പാർട്ട് ഓഫ് എ ഹോൾ. അപ്പൊ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു നമ്പർ ആണ്, പാർട്ട് ഓഫ് എ ഹോൾ. ഒരു ഹോളിനെ ഒരു പാർട്ട് ആക്കിയിട്ട് പറയുന്നതാണ് ഫ്രാക്ഷൻ. ദ ഹോൾ മേ ബി എ സിംഗിൾ ഒബ്ജക്റ്റ് ഓർ എ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റ്. ഹോള് എന്തായിരിക്കും? മേ ബി സിംഗിൾ ആയിരിക്കും അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പം എന്താ ഫ്രാക്ഷൻ? എ ഫ്രാക്ഷൻ മീൻസ് എ പാർട്ട് ഓഫ് എ ഗ്രൂപ്പ് ഓർ എ റീജിയൻ. ഒരു റീജിയന്റെയോ ഒരു ഗ്രൂപ്പിന്റെയോ പാർട്ടിനെയാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയാം. 5/12 ഈസ് എ ഫ്രാക്ഷൻ. എന്താ? 5/12 ഒരു ഫ്രാക്ഷൻ ആണ്. ഓക്കെ, നമുക്ക് ഇഷ്ടം പോലെ ഫ്രാക്ഷൻസ് എഴുതാൻ പറ്റും. അതിലൊന്നാണ് 5/12. ഇതിന് നമ്മൾ എങ്ങനെ റീഡ് ചെയ്യുക? 5/12. ഓക്കെ, here 5 is called the numerator. 5/12 5നെ നമ്മൾ എന്ത് പറയുന്നു? ന്യൂമറേറ്റർ. ഇതാണ് നമ്മളെ ന്യൂമറേറ്റർ. നമ്മളെ മേലുള്ളതായിരിക്കും എപ്പോഴും ന്യൂമറേറ്റർ. ആൻഡ് 12 ഈസ് കോൾഡ് ഡിനോമിനേറ്റർ. 12നെ നമ്മൾ എന്താ പറയാ? ഇവിടെ ഡിനോമിനേറ്റർ. അപ്പം നമ്മളെ മേലുള്ളത് എപ്പോഴും ന്യൂമറേറ്റർ ആയിരിക്കും, താഴെയുള്ളത് എപ്പോഴും ഡിനോമിനേറ്റർ ആയിരിക്കും. അപ്പം ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ രീതിയിൽ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫ്രാക്ഷൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ 12നെ നമ്മൾ 5 പാർട്ടാക്കി. 12 പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്തു? 5 ആക്കി. അതാണ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടാണ്, ഒരു ഗ്രൂപ്പിനെ നമ്മൾ പാർട്ടാക്കാണ്. ഓക്കെ, അപ്പം ഫ്രാക്ഷൻ ഇപ്പൊ 1/2 ഒരു ഫ്രാക്ഷൻ ആണ്, 6/9 ഒരു ഫ്രാക്ഷൻ ആണ്. അങ്ങനെ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോമിൽ എഴുതുന്നതിന് നമുക്ക് എന്ത് പറയാം? ഫ്രാക്ഷൻ എന്ന് പറയാം. ഓക്കെ, ദെൻ ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്താലോ? നമ്മൾ ഫ്രാക്ഷൻ എന്താന്ന് പറഞ്ഞാലോ. അപ്പൊ ഇനി അതിന്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അപ്പം ഫസ്റ്റ് എന്താ? റൈറ്റ് ദ ഫ്രാക്ഷൻ റിപ്രസെന്റിങ് ദ ഷെയ്ഡഡ് പോർഷൻ. നമുക്ക് ഇവിടെ കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ആ ഫിഗേഴ്സിൽ കുറച്ച് പാർട്ടൊക്കെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഫ്രാക്ഷൻ എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിളിന് നമ്മൾ 4 പാർട്സ്, ട്രയാങ്കിൾ അല്ല, ട്രയാങ്കിൾ തല തിരിച്ചിട്ട് ഒരു ഫിഗർ ആണ് അല്ലെ. അപ്പം ഇവിടെ നമുക്ക് ട്രയാങ്കിളിനെ എത്ര പാർട്ടാക്കിയിട്ടുണ്ട്? ഇങ്ങനെ ടോട്ടൽ എത്ര പാർട്ട് ഉണ്ട് ഇവിടെ? 1 2 3 4. അപ്പൊ നമ്മളെ ടോട്ടൽ പാർട്ടായിരിക്കും എപ്പോഴും നമ്മളെ ഡിനോമിനേറ്ററിൽ. ദാറ്റ് മീൻസ് താഴെ നമ്മളെ ടോട്ടൽ പാർട്ടായിരിക്കും. 4 ആണ്. അപ്പൊ ഇവിടെ ടോട്ടൽ പാർട്ട്. ഇനി ഇതിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തത്? എത്ര പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 1 2. 2 പാർട്ടാണ് അല്ലെ ഷെയ്ഡ് ചെയ്തത്. അപ്പൊ ഷെയ്ഡ് ചെയ്തത് നമ്മൾ ന്യൂമറേറ്ററിൽ. അപ്പൊ ഷെയ്ഡ് ചെയ്തത് 2. അപ്പം ടോട്ടൽ 4 പാർട്ടില് 2 പാർട്ടാണ് ഷെയ്ഡ് ചെയ്തത്. 2/4 ആണെങ്കിൽ നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് 1/2 എഴുതാം. അതെങ്ങനെ സിംപ്ലസ്റ്റ് ഫോർമുല ആക്കുക എന്നുള്ളതൊക്കെ നെക്സ്റ്റ് നമ്മൾ പഠിക്കും. ഓക്കെ, ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ നെക്സ്റ്റ് നമുക്കൊരു സ്ക്വയർ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ സ്ക്വയർ. നമുക്കൊരു സ്ക്വയർ തന്നിട്ടുണ്ട്. ഈ സ്ക്വയറിന് എന്ത് ചെയ്തിട്ടുണ്ട്? എത്ര പാർട്ടാക്കിയിട്ടുണ്ട്? 9 പാർട്ട് അല്ലേ. ഇവിടെ 3 പാർട്ട്, ഇവിടെയും 3 പാർട്ട്, ഇവിടെയും 3 പാർട്ട്. 1 2 3 4 5 6 7 8 9. 9 പാർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര പാർട്ടാണുള്ളത്? 9 നമ്മളെ ഡിനോമിനേറ്ററിൽ വരും. ഇനി ഇതിൽ ഷെയ്ഡ് ചെയ്തത് എത്ര പാർട്ടാ? 1 2 3 4 5 6 7 8 പാർട്ടും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ആകെ ഒരു പാർട്ട് മാത്രമാണ് ഷെയ്ഡ് ചെയ്യാത്തത്. അപ്പൊ ഇതിന്റെ ഫ്രാക്ഷൻ ആണ് 8/9. ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമുക്ക് എത്ര ബോൾസ് ഉണ്ട്? ഇവിടെ 8 ബോൾസ് ഉണ്ട് അല്ലെ. ടോട്ടൽ 8 ബോൾസിൽ എത്ര ബോൾസ് ആണ് ഷെയ്ഡ് ചെയ്തത്? 4 ബോൾസ് ആണ് ഷെയ്ഡ് ചെയ്തത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ടോട്ടൽ 8 എണ്ണം ഉണ്ട്, അതിൽ 4 എണ്ണാണ് ഷെയ്ഡ് ചെയ്തത്.
4/8. ഇതിനെ നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് 1/2 എന്ന് എഴുതാൻ പറ്റും, ഹാഫ്. ഓക്കെ, ഇനി അടുത്ത ഫിഗർ നോക്കാം. അടുത്ത ഫിഗർ നമുക്ക് ഒരു റൗണ്ട് തന്നിട്ടുണ്ട്. ആ റൗണ്ടിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര പാർട്സ് ആണുള്ളത്? 4. എന്നിട്ട് ന്യൂമറേറ്ററിൽ എന്ത് വരും? 4 പാർട്സിൽ ഒരു പാർട്ടാണ് ഷെയ്ഡ് ചെയ്തത് അല്ലേ? അപ്പം ന്യൂമറേറ്ററിൽ 1. അപ്പൊ നമ്മുടെ ആൻസർ 1/4. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻസ് ചെയ്ത. ടോട്ടൽ പാർട്ട് എപ്പോഴും നമ്മളെ ഡിനോമിനേറ്ററിലായിരിക്കും. ഇവിടെ ടോട്ടൽ 4 പാർട്ട് ഉണ്ട്, എന്നിട്ട് അതിൽ ഷെയ്ഡ് ചെയ്തത് 2 ആണ്. അപ്പൊ നമ്മളെ ഫ്രാക്ഷൻ 2/4. ഇവിടെ ടോട്ടൽ 9 പാർട്ട് ഉണ്ട്, 9ല് 8 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളെ ഫ്രാക്ഷൻ 8/9. ഇവിടെ ടോട്ടൽ 8 പാർട്ട് ഉണ്ട്, 8 പാർട്ടിൽ 4 എണ്ണാണ് ഷെയ്ഡ് ചെയ്തത്. അപ്പൊ നമ്മളെ ഫ്രാക്ഷൻ 4/8. ഇവിടെ ടോട്ടൽ 4 പാർട്സ് ഉണ്ട്, 4 പാർട്സിൽ 1 പാർട്ടാണ് ഷെയ്ഡ് ചെയ്തത്. അപ്പൊ നമ്മളെ ഫ്രാക്ഷൻ 1/4. അപ്പൊ ഇങ്ങനെ ഫിഗേഴ്സ് തന്നിട്ട് നമ്മളോട് ഫ്രാക്ഷൻസ് എഴുതാൻ പറയും. അപ്പൊ ഒന്നുമില്ല, ടോട്ടൽ പാർട്സ് ഡിനോമിനേറ്ററിൽ എഴുതും, ഷെയ്ഡ് ചെയ്തത് ന്യൂമറേറ്ററിൽ എഴുതും. ഓക്കെ, ഷെയ്ഡഡ് പോർഷന്റെ ആണ് ഫ്രാക്ഷൻ എഴുതിയത് ഇവിടെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കളർ ദ പാർട്ട് അക്കോർഡിംഗ് ടു ദ ഗിവൺ ഫ്രാക്ഷൻ. ഇനി നമുക്ക് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്, ഫിഗേഴ്സും തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്യണം, കളർ ചെയ്യണം. നമ്മളെ ഫ്രാക്ഷൻ അനുസരിച്ച് നമ്മളെ ഫിഗറിനെ നമുക്ക് ഷെയ്ഡ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് നമ്മളെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ആ സർക്കിളിനെ 6 ആയിട്ട് ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മളെ ഫ്രാക്ഷൻ തന്നത് 1/6 ആണ്. ടോട്ടൽ 6 പാർട്സ് ഉണ്ട്, അതിൽ 1 പാർട്ടാണ് നമ്മളോട് ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇതിൽ 1 പാർട്ട് ഷെയ്ഡ് ചെയ്യാം. യെസ്, 6 എണ്ണത്തില് നമ്മളെ 1 പാർട്ട് ഷെയ്ഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിനെയാണ് 1/6. ടോട്ടൽ 6, 1 പാർട്ട് ഷെയ്ഡ് ചെയ്തു. സോ ഇറ്റ് ഈസ് 1/6. ദെൻ സെക്കൻഡ് വൺ എന്താ പറഞ്ഞത്? 1/4. ടോട്ടൽ എത്ര പാർട്ട് ഉണ്ട്? 4 പാർട്ട് ഉണ്ട്. ആ 4 പാർട്ടില് 1 പാർട്ടാണ് ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു 1 പാർട്ട് ഷെയ്ഡ് ചെയ്യാം, ഇഷ്ടമുള്ള ഏതെങ്കിലും 1 പാർട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മളോട് എന്താ പറഞ്ഞത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് 1/3 ആണ് അല്ലെ? 1/3 എന്ന് പറഞ്ഞാൽ ടോട്ടൽ 3 പാർട്സ് ഉണ്ട്, അതിൽ 1 പാർട്ടാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പൊ ഏതെങ്കിലും 1 പാർട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യാം. ഏതെങ്കിലും 1, മേ ബി ഇതാവാം, അല്ലെങ്കിൽ ഇത് ഷെയ്ഡ് ചെയ്യുക, ഏതെങ്കിലും 1 നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു ബോൾ പോലെ തന്നിട്ടുണ്ട്. അതിനെ റൗണ്ടിനെ സർക്കിളിനെ നമ്മൾ 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. 4 ഈക്വൽ പാർട്സിൽ 3 എണ്ണം ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് 3 എണ്ണം, 1 മാത്രം ഷെയ്ഡ് ചെയ്യണ്ട, 3 എണ്ണം ഷെയ്ഡ് ചെയ്യാം. 1 ഷെയ്ഡ് ചെയ്തു, 2 ഷെയ്ഡ് ചെയ്തു, 3 ഷെയ്ഡ് ചെയ്തു. ഓക്കെ, അപ്പൊ 3 എണ്ണം നമ്മൾ ഷെയ്ഡ് ചെയ്തു. ടോട്ടൽ 4 പാർട്സിൽ നമ്മൾ 3 പാർട്സ് ഷെയ്ഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താ? ടോട്ടൽ 9 പാർട്സ് ഉണ്ട്. ആ 9 പാർട്സിൽ 4 പാർട്സ് ആണ് ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞത് അല്ലേ? അപ്പൊ 4 എണ്ണം ഷെയ്ഡ് ചെയ്യാ. 1, 2, 3, 4. ഏത് 4 എണ്ണം ചെയ്താലും മതി, 4 എണ്ണേ പറ്റുള്ളൂ. ഓക്കെ, ഏതെങ്കിലും 4 സ്ക്വയേഴ്സ് ഷെയ്ഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ 2 എണ്ണം, ഇത് 2 എണ്ണം ഷെയ്ഡ് ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് പിക്ചർ തന്നിട്ട് ഫ്രാക്ഷൻ തരും, എന്നിട്ട് നമ്മളോട് ഷെയ്ഡ് ചെയ്യാൻ. നമ്മൾ ആ ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ നോക്കുക. ഡിനോമിനേറ്ററിൽ എപ്പോഴും നമ്മളെ ടോട്ടൽ പാർട്സ് ആയിരിക്കും ഉണ്ടാവുക. ന്യൂമറേറ്റർ നോക്കിയിട്ട് അതിനനുസരിച്ച് ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, then next, what fraction of a day is 8 hour? Important question ആണ്. 8 ഹവറിന്റെ ഫ്രാക്ഷൻ, ഒരു ഡേയില് 8 ഹവറിന്റെ ഫ്രാക്ഷൻ. അപ്പൊ നമുക്കറിയാം ഒരു ഡേയിൽ എത്ര ഹവർ ഉണ്ടായിരിക്കും? 1 ഡേയിൽ നമുക്കറിയാം 24 ഹവേഴ്സ് ആണ് അല്ലെ ഉണ്ടാവുക. ഒരു ദിവസം 24 ഹവേഴ്സ് അല്ലേ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ 8 ഹവറിന്റെ ഫ്രാക്ഷൻ എന്തായിരിക്കും? നമ്മളെ എപ്പോഴും ടോട്ടല് എപ്പോഴും എന്തായിരിക്കും? ഡിനോമിനേറ്ററിലായിരിക്കും. അപ്പൊ 24ല് എത്രയാണ്? 8 ഹവർ. അപ്പൊ നമുക്ക് എന്ത് പറയാ? 8/24. ഇതിനെ നമുക്ക് ലോവസ്റ്റ് ഫോമിലോട്ട് 1/3 ആക്കാൻ പറ്റും. ലോവസ്റ്റ് ഫോമിൽ ആക്കുന്നത് നമ്മൾ
ഇനി നെക്സ്റ്റ് പഠിക്കും. ഓക്കെ, ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ 8/24 ആണ് എന്ത്, ഈ ഒരു ഡേ 8 hour ആവുമ്പോൾ ഉള്ള ഫ്രാക്ഷൻ. അപ്പൊ ടോട്ടൽ നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതും. ടോട്ടൽ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഫ്രാക്ഷൻ എഴുതാൻ പറ്റുള്ളൂ. നമുക്കറിയാം ഒരു ദിവസം ടോട്ടൽ എത്ര ഹവർ ആണുള്ളത്, 24 hour ആണുള്ളത്. അപ്പൊ അത് നമ്മൾ ഡിനോമിനേറ്ററിൽ വരും. അപ്പൊ നമ്മളെ ഫ്രാക്ഷൻ എന്താ, 8/24. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഫ്രാക്ഷൻ ഓഫ് എൻ ഹവർ ഈസ് 40 minutes? 40 മിനിറ്റിന്റെ ഫ്രാക്ഷൻ ആണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്കറിയാം ഒരു ഹവറിൽ, ഏൻ ഹവർ എന്ന് പറഞ്ഞാല് 1 hour, 1 hourൽ എത്ര മിനിറ്റ്സ് ഉണ്ട് നമുക്കറിയുന്ന കാര്യമാണ് അല്ലെ. ഒരു മണിക്കൂറിൽ 60 minutes, 60 minutes ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 40 minutesന്റെ ഫ്രാക്ഷൻ എന്തായിരിക്കും, 40/60. ഇതിനെ ലോവസ്റ്റ് ഫോമിലോട്ട് ആക്കുമ്പോൾ നമുക്ക് 0യും 0യും ക്യാൻസൽ ചെയ്ത് 4/6 വരും. അത് 2/3 ആവും. അത് നമുക്ക് പഠിക്കാം. ഓക്കെ, 8/24 1/3 എന്ന് എഴുതാൻ പറ്റും. അതേപോലെ 40/6 നമുക്ക് 4/6 എഴുതാം. 4/6 അഗെയിൻ റെഡ്യൂസ് ചെയ്യുമ്പോൾ 2/3 എന്ന് എഴുതാൻ പറ്റും. അപ്പം വാട്ട് ഫ്രാക്ഷൻ ഓഫ് എ ഡേ ഈസ് 8 hour എന്ന് ചോദിച്ചാൽ 8/24. വാട്ട് ഫ്രാക്ഷൻ ഓഫ് എൻ ഹവർ ഈസ് 40 minutes എന്ന് ചോദിച്ചാൽ നമുക്കറിയാം 1 hourൽ 60 minutes ആണ് ടോട്ടൽ ഉണ്ടാവുക. അപ്പൊ 40/60. The next question, Kanchan dyes dresses. She had to dye 30 dresses. Total എത്ര ഡ്രസ് ഉണ്ട് ഡൈ ചെയ്യാന്? ടോട്ടൽ 30 ഡ്രസ് ആണ് കാഞ്ചന് ഡൈ ചെയ്യാനുള്ളത്. ഓക്കെ, ഷീ ഹാസ് സോ ഫാർ ഫിനിഷ്ഡ് 20 ഡ്രസ്സസ്. അതിൽ അവള് ഫിനിഷ് ചെയ്തത് എത്ര ഡ്രസ്സാ? 20 ഡ്രസ്സസ്. ഫിനിഷ്ഡ് 20 ഡ്രസ്സസ് ആണ് ഫിനിഷ് ചെയ്തത്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ഡ്രസ്സസ് ഹാസ് ഷീ ഫിനിഷ്ഡ്? അപ്പൊ ഫിനിഷ് ചെയ്തതിന്റെ ഫ്രാക്ഷൻ. അപ്പം ഫിനിഷ് ചെയ്തതായിരിക്കും നമ്മളെ ന്യൂമറേറ്ററിൽ, ടോട്ടൽ ആയിരിക്കും നമ്മളെ ഡിനോമിനേറ്ററിൽ. കാരണം നമ്മളോട് ഫിനിഷ് ചെയ്തതിന്റെ ഫ്രാക്ഷൻ ആണ് ചോദിച്ചത്. അപ്പൊ ഫിനിഷ് ചെയ്തതിന്റെ ഫ്രാക്ഷൻ ചോദിക്കുമ്പോൾ ഫിനിഷ് ചെയ്തത്, അപ്പൊ ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു എന്താ, ഫിനിഷ് ചെയ്തതിന്റെ ഫ്രാക്ഷൻ എന്ത് വരും? 20 by ടോട്ടൽ എത്ര ഡ്രസ് ഉണ്ട്? 30 ഡ്രസ്സസ്. അപ്പൊ 20/30. അപ്പൊ 2 0യും നമുക്ക് ക്യാൻസൽ ചെയ്താൽ 2/3 എന്ന് എഴുതാം. അപ്പൊ 2/3 ആണ് അവളെ, അല്ലെങ്കിൽ 20/30 എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഫ്രാക്ഷൻ ഓഫ് ഡ്രസ്സസ് ഷീ ഫിനിഷ്ഡ് ഈസ് ഈക്വൽ ടു 2/3 or 20/30. അപ്പം ഫിനിഷ് ചെയ്തത് 20 ആയതുകൊണ്ട് അത് ന്യൂമറേറ്ററിൽ വന്നു. ടോട്ടൽ ഡ്രസ് 30. അങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻസ് ചെയ്തത്. സിമ്പിൾ അല്ലേ? The next question, write the natural numbers from 2 to 12. 2 മുതൽ 12 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് എഴുതാൻ. അപ്പൊ 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഓക്കെ, നമ്മൾ 2 മുതൽ 12 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് എഴുതി. നമ്മളെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദം ആർ പ്രൈം നമ്പേഴ്സ്? ഇതിൽ ഏതാണ് ഇതിന്റെ പ്രൈം നമ്പേഴ്സിന്റെ ഫ്രാക്ഷൻ ആണ് ചോദിച്ചത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് പഠിക്കണം? പ്രൈം നമ്പേഴ്സ് പഠിക്കണം. എന്താ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യം അല്ലെ. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് ഒരു നമ്പറിന് ആ നമ്പറും 1ഉം മാത്രമാണ് അതിന്റെ ഫാക്ടേഴ്സ് എങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം അല്ലേ. ഇപ്പം 2 എടുത്താല് 2നെ നമുക്ക് 1 × 2 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. വേറെ എന്തെങ്കിലും എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 1ഉം 2ഉം മാത്രമാണ് ഇവിടെ ഫാക്ടേഴ്സ്. അപ്പൊ ഇതൊരു പ്രൈം നമ്പർ ആണ്. ഇനി വാട്ട് അബൌട്ട് 6? 6നെ നമുക്ക് 1 × 6 എഴുതാം, 2 × 3 എഴുതാം. അപ്പൊ അവിടുത്തെ ഫാക്ടേഴ്സ് 1ഉം ഉണ്ട്, 6ഉം ഉണ്ട്, 2ഉം ഉണ്ട്, 3ഉം ഉണ്ട് അല്ലേ. 1ഉം ഉണ്ട്, 6ഉം ഉണ്ട്, 2ഉം ഉണ്ട്, 3ഉം ഉണ്ട്. 4 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് പ്രൈം നമ്പർ ആണോ? അല്ല. ഒരു പ്രൈം നമ്പറിന് 1ഉം ആ സെയിം നമ്പറും മാത്രമാണ് അതിന്റെ ഫാക്ടേഴ്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 5നെ നമുക്ക് 1 × 5. അപ്പൊ 1ഉം 5ഉം മാത്രമാണ് ഇവിടെ ഫാക്ടേഴ്സ്. ദാറ്റ് മീൻസ് 1ഉം ഈ സെയിം നമ്പറും മാത്രമാണ് ഫാക്ടേഴ്സ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം അല്ലേ. അപ്പം ഇവിടെ നമുക്ക് നമ്മളോട് ചോദിച്ചത് 2 to 12 വരെ എഴുതുക. എന്നിട്ട് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദം ആർ പ്രൈം നമ്പേഴ്സ്? ഇതില് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? അപ്പൊ നമ്മളെ ഫ്രാക്ഷൻ എഴുതുമ്പോൾ നമ്മളെ ഡിനോമിനേറ്ററിലായിരിക്കണം ടോട്ടൽ നമ്പർ. ഓക്കെ, എത്ര നമ്പർ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ടോട്ടൽ 11 നമ്പർ ഉണ്ട്. അതിൽ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെ? 2, 3, 5, 7, 11.
എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5. അപ്പൊ നമ്മൾ ആൻസർ എന്താ? ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 5/11. ഓക്കെ, അപ്പൊ 2ഉം 3ഉം 5ഉം 7ഉം 11ഉം ആണ് 2 മുതൽ 12 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൽ പ്രൈം നമ്പേഴ്സ് ഉള്ളത്. ടോട്ടൽ ഇവിടെ 11 നമ്പേഴ്സ് ആണുള്ളത്. അതിൽ പ്രൈം നമ്പേഴ്സ് 5 ആണ്. സോ അവർ ഫ്രാക്ഷൻ ഈസ് 5/11. ഓക്കെ, the next question. Christian received a CD player for her birthday. She bought 3 CDs. അപ്പം ക്രിസ്ത്യൻ ബൈ ചെയ്തത് എത്ര CDs ആ? 3 CDs and received 5 others as gift. അപ്പൊ ഗിഫ്റ്റ് കിട്ടിയത് എത്ര? 5 എണ്ണം. 5 CDs ഗിഫ്റ്റ് കിട്ടി. അവൾ വാങ്ങിയത് 3 CDs ആണ്. Okay, what fraction of her total CDs did she buy and what fraction did she receive as gift? അപ്പം ബൈ ചെയ്തതിന്റെ ഫ്രാക്ഷനും കാണണം, ഗിഫ്റ്റ് കിട്ടിയതിന്റെ ഫ്രാക്ഷനും കാണണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഫ്രാക്ഷൻ കാണാൻ ആദ്യം ടോട്ടൽ കാണണ്ടേ? ടോട്ടൽ അല്ലേ നമ്മൾ എപ്പോഴും ഡിനോമിനേറ്ററിൽ ചെയ്യാം. യെസ്, അപ്പം ടോട്ടൽ CDs ഈസ് ഈക്വൽ ടു, ടോട്ടൽ എത്ര CDs ഉണ്ട്? 3 + 5, സോറി 8. ടോട്ടൽ CDs ഈസ് ഈക്വൽ ടു 8. അപ്പൊ 8 ആണ് ടോട്ടൽ CDs ഉള്ളത്. അപ്പം 8 ടോട്ടൽ CDs ആണെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ഹർ ടോട്ടൽ CDs ഡിഡ് ഷീ ബൈ. അപ്പൊ വാങ്ങിയതിന്റെ ഫ്രാക്ഷൻ എന്തായിരിക്കും? വാങ്ങിയത് 3 ആണ്, ടോട്ടൽ 8. അപ്പൊ വാങ്ങിയതിന്റെ ഫ്രാക്ഷൻ 3/8. ഇനി വാട്ട് ഫ്രാക്ഷൻ ഡിഡ് ഷീ റിസീവ് ആസ് ഗിഫ്റ്റ്. ഗിഫ്റ്റ് കിട്ടിയതിന്റെ ഫ്രാക്ഷൻ, ഗിഫ്റ്റ് കിട്ടിയത് 5 ആണ്. അപ്പൊ 5 ടോട്ടൽ എത്ര? 8. 5/8. അപ്പം വാങ്ങിയതിന്റെ ഫ്രാക്ഷൻ 3/8 ആണ്, ഗിഫ്റ്റ് കിട്ടിയതിന്റെ ഫ്രാക്ഷൻ 5/8 ആണ്. അപ്പം ടോട്ടൽ ആയിരിക്കും നമ്മൾ എപ്പോഴും ഡിനോമിനേറ്ററിൽ എഴുതാം നമ്മളെ ഫ്രാക്ഷൻ. ഓക്കെ, the next question. What fraction of these circles have x in them? അപ്പൊ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ എന്താ ഫിഗർ തന്നത്? 4 സർക്കിൾസ് ആണ് ഉള്ളത്. അല്ല, 8 സർക്കിൾസ് ഉണ്ട്. ടോട്ടൽ 8 സർക്കിൾസ് ഉണ്ട്. 8 സർക്കിൾസ് ആണ് നമുക്കുള്ളത്. ഈ 8 സർക്കിൾസിൽ എത്ര സർക്കിൾസിനാണ് എക്സ് ഉള്ളത്? എക്സ് ഉള്ളത് 4 സർക്കിൾസിന്. എക്സ് ഉള്ള സർക്കിൾസ് എത്ര? 4 സർക്കിൾസ് അല്ലേ? അപ്പം വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദീസ് സർക്കിൾസ് ഹാവ് എക്സ് ഇൻ ദം. അപ്പൊ അതിന്റെ ഫ്രാക്ഷൻ ആണ് ചോദിച്ചത്. അപ്പൊ ഫ്രാക്ഷൻ എഴുതുമ്പോൾ ടോട്ടൽ ആയിരിക്കും എപ്പോഴും നമ്മളെ ഡിനോമിനേറ്ററിൽ. ടോട്ടൽ 8. ഇനി എത്ര എണ്ണത്തിലാണ് ഇവിടെ എക്സ് ഉള്ളത്? 4 എണ്ണത്തിലാണ് എക്സ് ഉള്ളത്. അപ്പൊ നമുക്ക് 4/8. ഇതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 4ന്റെ ഹാഫ് 2 ആണ്, 8ന്റെ ഹാഫ് 4 ആണ് അല്ലേ? ഇനി അഗെയിൻ റെഡ്യൂസ് ചെയ്യുമ്പോൾ 2ന്റെ ഹാഫ് 1, 4ന്റെ ഹാഫ് 2, 1/2. അപ്പൊ 1/2 ആണ് ഇതിന്റെ ആൻസർ. അല്ലെങ്കിൽ നമുക്ക് 4/8 ചെയ്താലും മതി, അല്ലെങ്കിൽ 2/4 ചെയ്താലും മതി. അപ്പൊ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദീസ് സർക്കിൾസ് ഹാവ് എക്സ് ഇൻ ദം. അപ്പൊ ഇതിന്റെ ഫ്രാക്ഷൻ നമ്മൾ എങ്ങനെ എഴുതിയത്? ടോട്ടൽ എത്ര സർക്കിൾസ് ഉണ്ട്? 8 എണ്ണം. അതിൽ എത്ര എണ്ണത്തിനാ എക്സ് ഉള്ളത്? 4 എണ്ണം. സോ ആൻസർ വാട്ട് ഫ്രാക്ഷൻ ഈസ് 4/8. റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 1/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. എന്താണ് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞു അല്ലെ? ഫ്രാക്ഷൻസ് എന്താന്ന് പറഞ്ഞു, പിന്നെ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്തു. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് പഠിക്കാം. ഫ്രാക്ഷൻസ് നമുക്ക് എങ്ങനെ ലോവസ്റ്റ് ഫോമിലോട്ടാക്കാം, മിക്സ്ഡ് ഫ്രാക്ഷൻ, പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, അതൊക്കെ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.